ആ പ്രചരണങ്ങളെല്ലാം പൊള്ളയാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കറിയാം, ഇപ്പൊ ധാരാളം കല്ലിടിയിൽ മാമാങ്കങ്ങൾ, ഉദ്ഘാടന മാമാങ്കങ്ങളെല്ലാം നടത്തിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയ റോഡിലൂടെ നമ്മൾ കടന്നുപോയാൽ റോഡിന്റെ രണ്ടു വശവും വളരെ മോശമായ രീതിയിലാണ്. ഇന്നലെ തന്നെ നീലേശ്വരം ഭാഗത്ത് റോഡ് പണിത മോശമായ സാഹചര്യത്തിൽ ഒരാൾക്ക് അപകടം സംഭവിച്ചു. സർവ്വസ്ഥലത്തും അഴിമതിയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും പിന്നെ അതേപോലെ തന്നെ ഏത് മേഖല നോക്കിയാലും അഴിമതിയാണ്. ഇപ്പൊ തന്നെ ഒരു പ്രൈവറ്റ് സ്റ്റാൻഡ് 1.5 കോടി രൂപയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡ് പണി വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ അതിന് ചെലവാകില്ല. നമസ്കാരം. ത്രികോണ മത്സരം നടക്കുന്ന കൊട്ടാരക്കരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി രശ്മി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ത്രികോണ മത്സരമാണ്. ഈ പറയുന്നത് പോലെ ഒരു LDF UDF മാത്രം മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ NDAയും കൂടെ അതേ ശക്തിയിൽ വരുന്നു. എങ്ങനെയുണ്ട് പ്രചാരണങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? പ്രചാരണങ്ങളെല്ലാം നന്നായി നടക്കുന്നു. മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി NDAയുടെ പ്രചരണം ഇപ്പോൾ കൊട്ടാരക്കരയിൽ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ബൂത്ത് തലം വരെ നന്നായി ചലിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഇടങ്ങളിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായി സാധിച്ചു. കോർണർ മീറ്റിംഗുകൾ അടക്കം നന്നായി നടക്കുന്നു. ഇനി കുടുംബ സംഗമങ്ങൾ ഉൾപ്പെടെ നടക്കാനുണ്ട്. സ്വീകരണ പരിപാടി ഇന്ന് 4ാമത്തെ പഞ്ചായത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ 2 കൈയും നീട്ടി പൊതുസമൂഹം എന്നെ സ്വീകരിച്ചു എന്നുള്ളത് അവരുടെ മുഖത്ത് നിന്നുള്ള സന്തോഷത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏറെ അറിയാവുന്ന പരിചിതമായിട്ടുള്ള ഒരു മുഖമാണല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു? ഇതുവരെ ഭരിച്ചവരോടൊന്നും പറഞ്ഞിട്ട് നടന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? കുറെ വികസനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബാലഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ആ പ്രചരണങ്ങളെല്ലാം പൊള്ളയാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കറിയാം, ഇപ്പൊ ധാരാളം കല്ലിടിയിൽ മാമാങ്കങ്ങൾ, ഉദ്ഘാടന മാമാങ്കങ്ങളെല്ലാം നടത്തിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയ റോഡിലൂടെ നമ്മൾ കടന്നുപോയാൽ റോഡിന്റെ രണ്ടു വശവും വളരെ മോശമായ രീതിയിലാണ്. ഇന്നലെ തന്നെ നീലേശ്വരം ഭാഗത്ത് റോഡ് പണിത മോശമായ സാഹചര്യത്തിൽ ഒരാൾക്ക് അപകടം സംഭവിച്ചു. അതടക്കം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയാണ് ബാലഗോപാൽ മുന്നോട്ട് പോകുന്നത്. അതിലുപരിയായി 3 വർഷക്കാലം ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച MLA ആണ് UDFയുടെ സ്ഥാനാർത്ഥി. കാര്യമായ യാതൊരു മാറ്റവും ഈ പ്രദേശത്ത് കൊണ്ടുവരുവാൻ ഐഷാപോറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായും മാറ്റം ഉണ്ടാകും. കൊട്ടാരക്കരയിൽ മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിനായി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി. എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ? 100% വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. കടുത്ത വെയിലാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പ്രചാരണം നടത്തുമ്പോൾ എങ്ങനെയുണ്ട്? കഠിനമാണോ പ്രചാരണ പ്രവർത്തനങ്ങൾ? യാതൊരു തടസ്സങ്ങളും ഇല്ലാതെയാണ് പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഉച്ച സമയത്ത് മാത്രം കുറച്ച് വിശ്രമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. എത്രമാത്രം വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല, ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് NDA സ്ഥാനാർത്ഥി പ്രതികരിക്കുന്നത്. വികസന നായിക, നമ്മുടെ പ്രിയപ്പെട്ട MLA ആയി വരാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട രശ്മി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കുള്ള സ്വീകരണ പരിപാടിയാണ് നടക്കുന്നത്. മണിയന, മുരളീധരൻ ചേട്ടൻ, ബാബുചേട്ടൻ, നമ്മുടെ സംയോജനം തൃക്കണ്ണൂർ സ്വദേശിയായ ശ്രീ അന്നേട്ടൻ, അദ്വിജ, ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാവരും സമയത്ത് സ്വീകരിക്കുന്നതാണ്. ഏറ്റവും പ്രിയമുള്ള തൃക്കണ്ണൂരിൽ സംഭവിച്ചതായ അച്ഛനമ്മമാർ, പൊതുജനങ്ങൾ, പ്രിയപ്പെട്ട കൊച്ചുമക്കൾ അടക്കമുള്ള ദൂരെയും ചാരയിൽ നിന്ന് ഈ സ്വീകരണ പരിപാടികൾ വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ജനാധിപത്യ വിശ്വാസികളെ, പ്രിയമുള്ളവരെ, ഇവിടെ കൺകൊന്നയും താമരമൊട്ടുകൊണ്ടുള്ള മാലയും
കൊടുത്ത് എന്നെ സ്വീകരിച്ച, ഷോൾ അണിഞ്ഞ് എന്നെ സ്വീകരിച്ച അദ്രജ അടക്കമുള്ള വാർഡ് പ്രസിഡന്റും ബൂത്ത് പ്രസിഡന്റുമാർ, മറ്റു പ്രിയപ്പെട്ട അച്ഛനമ്മമാർ എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള 1000 നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ വരുന്ന 20-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് എംപിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അവസരം ലഭിച്ചാൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കൂടപ്പിറപ്പായി, മകളായി, സഹോദരിയായി, കൊച്ചുമക്കളുടെ അമ്മയായി ഈ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അളകനന്ദയുടെയും പുണ്യഗംഗയുടെയും കുഞ്ഞോണങ്ങളാൽ പരിലസിക്കുന്ന തങ്കത്താമര അടയാളത്തിൽ, പൊൻതാമര അടയാളത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന്റെ മാഞ്ഞാത്ത രാജാധികാരം വോട്ടുകളായി രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണങ്ങൾക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്ഷേത്രത്തിൽ ഞാൻ വല്ലപ്പോഴുമൊക്കെ വരാറുള്ള ആളുകൂടിയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയി വരാം. ഏവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം. എന്തായാലും സ്ഥാനാർത്ഥിയുടെ ഒരു ആത്മവിശ്വാസം അത് എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണമാണ്. അവരുടെ ആ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, എത്രത്തോളം ഉണ്ട് ബിജെപിയുടെ ഒരു ആത്മവിശ്വാസം? തീർച്ചയായിട്ടും ജയിക്കും. ഇത്തവണ കൊട്ടാരക്കരയിൽ നമ്മൾ ജയിക്കും, താമര ജയിക്കും. എങ്ങനെയുണ്ട് പ്രചാരണങ്ങളൊക്കെ? പ്രചാരണമൊക്കെ ഉഷാറാണ്. ചേട്ടാ, ഈ ബിജെപിയുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ അഴിമതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഴിമതിയാണ്. കാരണം എല്ലായിടത്തും, എല്ലാ സർവ്വ സ്ഥലത്തും അഴിമതിയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും പിന്നെ അതേപോലെ തന്നെ ഏത് മേഖല നോക്കിയാലും അഴിമതിയാണ്. ഇപ്പൊ തന്നെ ഒരു പ്രൈവറ്റ് സ്റ്റാൻഡ് 1.5 കോടി രൂപയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡ് പണി വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ അതിന് ചിലവാകില്ല. അതിന് 1.25 കോടിയാണ് ഈ പറഞ്ഞ ഊരാളുകൾ സൊസൈറ്റി കൊടുത്തേക്കുന്നത്. അത്രയും കൺമുന്നിൽ കാണുന്ന അഴിമതിയാണ് നടന്നിരിക്കുന്നത്. പിന്നെ സോഹോ പോലുള്ള കമ്പനികളൊക്കെ, IT കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അയാളുടെ ഈ ബാലഗോപാൽ എന്ന് പറയുന്നത് മന്ത്രിയുടെ കഴിവൊന്നുമല്ല. അവർ വന്ന് പ്രവർത്തിക്കുന്നു, അവർക്ക് അതിന്റെ ലാഭം ഉണ്ടാകുന്നു പോകുന്നു. അല്ലാതെ വേറെ ഇവിടെ യാതൊരു വികസനം കൊടുത്തും നടന്നിട്ട് കുറെ കല്ല് മാത്രമുണ്ട്. എയർപോർട്ടിന് വരെ ഇവിടെ കല്ലിട്ടിട്ടുണ്ട്. പക്ഷെ കല്ലിടാൻ ആർക്കും പറ്റും, ഇതൊക്കെ നടപ്പാക്കാൻ പറ്റത്തില്ല. ബൈപ്പാസ് പറയാൻ തുടങ്ങിയിട്ട് തന്നെ 25 വർഷത്തോളമായി ഈ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞതൊക്കെ. അതേപോലെ മാറ്റം മാറ്റം വരണമെങ്കിൽ BJP വന്നായിട്ട് BJP ഒക്കെ ഇന്നിപ്പോ പറയുവാണോ നാളെ രാവിലെ ഇന്ന് നടത്തിയിരിക്കും. അതായത് ഇപ്പം ഹൈവേ ഹൈവേ പണിയെന്ന് പറഞ്ഞാൽ നടപ്പാക്കുന്ന പാർട്ടിയാണ് BJP വന്നാലും വികസനം ഉണ്ടാവുന്നുണ്ട്. ഹൈവേ ആയാലും ഏത് പ്രവർത്തനമായാലും. ചേട്ടാ, കൊട്ടാരക്കരയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം, NDAയുടെ പ്രവർത്തനമാണ് ഇന്ന് കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ഒന്നാമതായി തന്നെ മുന്നേറി നിൽക്കുന്നത്. ശക്തമായ വിജയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.